നമ്മുടെ കൊച്ചംകുളങ്ങര അമ്പലത്തിലെ. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടായിരുന്നു ദയനെയൊക്കെ ദയ ഗായത്രീനെയൊക്കെ വന്നിട്ട് ഇതുപോലെ അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നത്. കംപ്ലീറ്റ്ലി സ്ത്രീയായി മാറിയ നിങ്ങളെ കൊണ്ട് വിളക്കെടുപ്പിക്കുക. ശരിക്കും ആണുങ്ങളല്ലേ വിളക്കെടുക്കേണ്ടത്? അവിടുത്തെ വിശ്വാസപ്രകാരം പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത്, സ്ത്രീവേഷം ധരിച്ച് വിളക്കെടുക്കേണ്ടത്. ഈ സർജറി കഴിഞ്ഞവർ വിളക്കെടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും സർജറി കഴിഞ്ഞിട്ട് അവർ പുരുഷന്മാരാണെന്ന്. അതുകൊണ്ടായിരിക്കും അവർ വിളക്കെടുക്കുന്നുണ്ടാവുക. സർജറി ചെയ്തവരോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവരോ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്നവരോ എടുക്കാനേ പാടില്ല. കാരണം പുരുഷന്മാർക്കുള്ളതാണത്. പുരുഷന്മാരെടുക്കട്ടെ വിളക്കെടുക്കുന്ന ട്രാൻസ് വുമൺസ്. അവർ ട്രാൻസ് വുമൺ ആണ്, ഉള്ളിൽ സ്ത്രീ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. ഈവൻ കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആണുങ്ങള് പിന്നീട് ചെയ്യുന്നുണ്ട്, സാരി ഉടുത്ത് നടക്കുന്ന നമ്മൾ കാണാറുണ്ട്. അത് ടോട്ടൽ കമ്മ്യൂണിറ്റീനെ ബാധിക്കും. അപ്പൊ ഇതിന് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു സ്ക്വാഡിനെ നിയമിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു വിങ്ങിനെ നിയമിക്കുകയോ ചെയ്താൽ മതി. പറഞ്ഞ ഡബിൾ ഗെയിം കളിക്കുന്ന ഈ ഫാൻസി ഡ്രസ്സുകാരൊക്കെ ചിലപ്പം തിരിച്ചു പോകാൻ പോസിബിലിറ്റി ഉള്ളവരാണ്. ഈ പറഞ്ഞ പോലെ ഫുൾ സർജറി ചെയ്യാത്ത ആളുകളുണ്ടല്ലോ. ഈവൻ ഇപ്പം ടോപ്പ് സർജറി മാത്രം ചെയ്തിട്ട് ബോട്ടം സർജറി ചെയ്യാത്ത ആളുകളുണ്ട്. ഈ ഒരു ബില്ല് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ബാധിക്കും അല്ലേ? പിന്നെ ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ട് ഈ ഫ്രണ്ടിനെ ഇൻ്റർവ്യൂ ചെയ്യണം, ബട്ട് എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു ഹൈദി സാദിയ. നമസ്കാരം. അപ്പോൾ എന്താണ് ഹൈദിയുടെ ഏറ്റവും പുതിയ വിശേഷം? പുതിയ വിശേഷം എന്താ, ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നു. കുറേ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഗമയായിട്ടൊക്കെ ഞാൻ വോട്ട് ചെയ്യില്ല, നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഇങ്ങനെ പറയുന്ന ആളുകളോടുള്ള ആ ഒരു പ്രവണതയോട് എന്താ എനിക്ക് തോന്നുന്നത്? നമ്മൾ ഓരോരുത്തരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ ഭരണം വരണം, എങ്ങനെ അതിനെ നമ്മുടെ ഇവിടുത്തെ ഓരോ എന്താ പറയുക സിസ്റ്റത്തെ മാറ്റിമറിക്കണമെങ്കിൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദി പീപ്പിൾ ആണല്ലോ. അപ്പൊ അതില് നമ്മളുടെ ഒരു പങ്ക് വലിയതാണ്. അപ്പൊ നമ്മളത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതെ. ഈ എങ്ങനെ തോന്നുന്നു മറ്റേ ഈ ഇലക്ഷന് എല്ലാ പാർട്ടിക്കാരുടെയും പ്രചരണങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ, ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഇത്തവണത്തെ ഒരു വൈബ് എങ്ങനെയുണ്ട്? ഇത്തവണത്തെ വൈബ് ഭരണമാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വരുമായിരിക്കും മേ ബി. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. ആരൊക്കെയോ പറയുന്നിട്ടിരുന്നു ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നിട്ട് 10-20 വർഷമായിട്ടുണ്ട്. എന്നിട്ടും ഇനിയിപ്പോ പുതുതായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പലരും അതാണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ചില എന്താ പറയാ അവരുടെ ചിഹ്നത്തെ വർണ്ണിക്കുന്നൊക്കെ കാണുമ്പോൾ ശരിക്കും കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര വിവരമുള്ള ഭയങ്കര പൊളിറ്റിക്കൽ എന്താ പറയുക ആറ്റിറ്റ്യൂഡുള്ള വിഷനുള്ള ഒരുപാട് ലീഡേഴ്സിനെ കാണാൻ പറ്റി. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പം ഫാത്തിമ തഹ്ലിയ എന്നൊക്കെ പറഞ്ഞിട്ട് പേരാമ്പ്രയിൽ മത്സരിക്കുന്ന അവരൊക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലേഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയാ ഇപ്പോ യൂത്തിന് മുന്നോട്ട് വരണം എന്നാണോ? കുറെ പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ പ്രായമുള്ളവർ തന്നെ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇവര് തന്നെ നിക്കണം എന്നും പറയുന്നുണ്ട്. വേണ്ട, കാരണം 80 വയസ്സിന് മേലെയുള്ളവരുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം യങ്സ്റ്റേഴ്സിന്റെ അത്രക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം യൂത്ത് വരട്ടെ. കാരണം 80+ ആയിട്ടുള്ളവരൊക്കെ നിൽക്കുന്നത് ശരിക്കും അവര് റിട്ടയർമെന്റ് സമയമായി. ഇത് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാം, ഉപദേശം നൽകി ഉപദേഷ്ടാവായിട്ടിരിക്കാം. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരണം. എന്നിട്ട് ഇവിടെ നല്ല ഭരണമാറ്റം കാഴ്ചവെക്കണം, ഒരുപാട് വികസനം വരണം, രക്ഷപ്പെടണം. കേരളം അങ്ങനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടണം. ഏത് പാർട്ടിയായിരിക്കും ചാൻസ് കൂടുതൽ? UDF വരട്ടെ. മാറ്റം വരട്ടെ, ഭരണമാറ്റം വരട്ടെ. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മള് കാണുന്നുണ്ടല്ലോ ഭരണം. അപ്പൊ അതിനൊരു അവസരം UDF കൊടുക്കട്ടെ. UDF വരട്ടെ. നോക്കാം. സഖാവ് ഉണരരുത്. പക്ഷെ ഞാൻ പറയുന്നു UDF വരട്ടെ, എല്ലാം ശരിയാവട്ടെ. വരട്ടെ, നോക്കാം നമുക്ക് ആര് വരുമെന്ന്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് വെയിറ്റ് ലോസിനെ പറ്റിയിട്ടാണ് അല്ലേ? എങ്ങനെ ഈ വെയിറ്റ് ലോസ് സംഭവിച്ചത്? എനിക്കും അത് പേഴ്സണലി അറിയാം. സീക്രട്ട് ആയിട്ട് വെച്ചേക്ക, അത് പറയാതെ വെച്ചേക്ക. ഇല്ല, ഞാൻ വർക്കൗട്ട് ജിം ഡയറ്റ് ഒക്കെ തന്നെ.
അങ്ങനെയല്ല, രാവിലെ സ്റ്റേഡിയത്തിൽ ഒരു 2 കിലോമീറ്ററോളം ഓടും, അത്ര ഓടുള്ളൂ കേട്ടോ. ഒരു ഒറ്റ റൗണ്ട്, പിന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി അത്ര തന്നെ. പിന്നെ ഞാൻ ഷുഗർ കട്ട് ചെയ്തു. ഞാനൊരു 22 കിലോ കുറച്ചു കേട്ടോ. ഇനിയും കുറക്കാനുണ്ട് ഒരു 10-20 കിലോയും കൂടെ. അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു, ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പം ഒരു 100-ന് താഴെ വന്നിട്ടുണ്ട്. 3 ഡിജിറ്റിൽ നിന്ന് 2 ഡിജിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊരു ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അപ്പം കുറച്ചിട്ടുള്ളത് എക്സ്ക്ലൂസീവ്ലി ഞാൻ നിങ്ങൾക്ക് തരണം അല്ലേ? ഓക്കെ. കുറച്ചിട്ടുള്ളത് കുറച്ച് ഞാൻ കീറ്റോ ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കീറ്റോ സ്കാർസ് വന്നു. അപ്പം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ന്യൂട്രീഷൻ ടെസ്റ്റ് ഒക്കെ നടത്തി. എന്നിട്ട് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സ്ട്രിക്റ്റ് വർക്കൗട്ട് ആൻഡ് ഡയറ്റ്. വർക്കൗട്ട് സ്ട്രിക്റ്റ് ഒന്നുമല്ല, 2 കിലോമീറ്റർ നടത്തം അല്ലെങ്കിൽ ഓട്ടം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഡയറ്റ് ഭയങ്കര പ്രോപ്പറാണ്. പ്രോട്ടീൻ കൂട്ടി, കാർബ്സ് കട്ട് ചെയ്തു, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്കിൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളത്ത് ചങ്ങമ്പുഴയിലുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട്. സ്കിൻ സീക്രട്ടിൽ നിന്ന് അഞ്ജന ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഒരു വണ്ടർ ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൂസ് സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും എന്തായിരുന്നു ഇപ്പൊ നീ തന്നെ പലപ്പോഴും എഴുതി ഇങ്ങനെ പറയാറുണ്ട് ഈ ഒരു ബബ്ലിനെസ് ഇഷ്ടമാണ് ഇതെല്ലാം, ബട്ട് സ്റ്റിൽ എന്നാലും എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, ആ ഒരു മോട്ടീവ് എന്താ? ഇപ്പം ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഈ ബോഡി ഷേമിങ് കമന്റ്സ് വന്നിട്ട് മറ്റുള്ളവരുടെ കമന്റ്സ് കൊണ്ടാണോ അതോ സെൽഫായിട്ട് കാണുന്നുണ്ട് എങ്ങനെയായിരിക്കും ഞാൻ അങ്ങനെ ഒന്ന് മെലിഞ്ഞിട്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മുടെയൊക്കെ തന്നെ ഹൈറ്റ് ഉള്ള കുട്ടികൾക്ക്, ഫ്രണ്ട്സിനൊക്കെ അവർ മെലിഞ്ഞിരിക്കുമ്പോൾ അവരുടെ ഒരു ബോഡി ഷേപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ എന്നെ കാണാൻ പറ്റുന്ന, എൻ്റെ ഫേസ് അതിൽ എത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് ഒന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും സോ ഫാർ ഇതുവരെ ഹാപ്പിയാണ്. പിന്നെ ഒരു തവണ ഭയങ്കര പേഴ്സണലാണ്. ഒരു തവണ ഇങ്ങനെ ഇങ്ങനെ വണ്ടർല പോയപ്പോൾ റൈഡിൽ ഇറക്കി വിട്ടു. അപ്പം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വണ്ടർലയിലെ ആ റൈഡിൽ കയറണം. അത് കയറാൻ പറ്റിയപ്പോ അതൊരു ഭയങ്കര ഇതല്ലേ, വണ്ടർലേന്ന് നമ്മൾ ഇറക്കി വിടുന്ന എല്ലാരും നോക്കി നിൽക്കുന്ന. കൂടെ ആളും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയുന്നില്ല ആരാണെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ഇറക്കി വിട്ടത്, ഞങ്ങള് വണ്ടർലേന്ന് ഒരുമിച്ച് വെയിറ്റ് ചെയ്താങ്ങില്ല ഇറങ്ങ. അന്ന് കുറച്ച് കരഞ്ഞ് ഇമോഷണലൊക്കെ ആയെങ്കിലും, പക്ഷെ അന്നെടുത്തൊരു ഡിസിഷനാണ്. ഇവിടെ അതും എടുത്തില്ല. പക്ഷെ നീ കുറക്കേണ്ട ആവശ്യമില്ല, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ചേഞ്ച് തോന്നാം. ആരാരും ചേഞ്ച് ആഗ്രഹിക്കാത്തത്, മാറ്റം ആഗ്രഹിക്കാത്തത് ആരുണ്ട് ഉണ്ണി? എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആഫ്റ്റർ വെയിറ്റ് ലോസ് എല്ലാവരും പറയും ഇപ്പൊ നമ്മൾ വെയിറ്റ് ഉണ്ടപ്പോ ഉള്ള പോലെ, നമ്മളിപ്പോ ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ടിരിക്കുമ്പോ ഉള്ള പോലെ ആയിരിക്കില്ല ആളുകൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിൽ വന്ന വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്തോ? കുറച്ച് ബോഡി ഷേമിങ് കമന്റ്സ് കുറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ശരി, നീ ഒന്ന് ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയും മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ ഞാനോ മറ്റേ സലീം കുമാർ സിനിമ കാണുമ്പോൾ ഉദയനാഥാരത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ സന്തോഷിച്ചിങ്ങനെ ഇരിക്കും. പക്ഷെ ആൾക്കാര് മെലിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു മെലിയിൽ വന്നിട്ടില്ലല്ലോ. ഭയങ്കരമായി വണ്ണുണ്ടായിരുന്നെന്ന് ഒന്നൊന്ന് ട്രിം ആയിട്ടില്ല, അത്രേ ഉള്ളൂ. നന്നായി കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അയ്യോ എന്തിനാ മെലിഞ്ഞു പോയതെന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. സോ ഇതുവരെ അത് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. പണ്ട് എന്തോ ഭയങ്കര അവജ്ഞയോട് കൂടിയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഇപ്പം ഭക്ഷണം കഴിക്കില്ല. നമ്മള് ആ ഭക്ഷണം അറിഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊന്നും അവരെ മുന്നിൽ കഴിക്കുന്നുണ്ടാവില്ല. കുറച്ച് എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ എടുത്തിട്ട് ഇത്ര മതി ക്വാണ്ടിറ്റി ഇത്ര മതി എന്നൊക്കെ പറയും. അപ്പൊ അവരിങ്ങനെ ഭയങ്കര നോക്കും. എന്നിട്ട് അവര് ഫോഴ്സ് ചെയ്യും. ആദ്യം എന്ത് തീറ്റാന്ന് പറയുന്നവര് അവരിപ്പോ തിന്നാൻ വേണ്ടി ഫോഴ്സ് ചെയ്യും. ഈ ഫുഡ് കഴിക്കുമ്പോ ഇങ്ങനെയൊക്കെ നോക്കുന്ന പറയുമ്പോഴേ ഇപ്പൊ കുഞ്ഞിലെ മുതലേ വണ്ണമുള്ള ആളാണ്, കൊച്ചുനാള് മുതലേ. അപ്പൊ കുഞ്ഞു ഹൈദിക്ക് ഇതൊക്കെ ഭയങ്കര വിഷമാവത്തില്ലേ ആളുകൾ അങ്ങനെ കുഞ്ഞു ഹൈദീനോട് പറയുമ്പോഴത്തേക്ക്? അല്ല, കുഞ്ഞിലെ നമ്മള് മൈൻഡ് ചെയ്യില്ലല്ലോ, നമുക്ക് ഫുഡായിരുന്നല്ലോ അന്ന് മുഖ്യം. പക്ഷെ എന്നാലും പിന്നെ വളർന്ന് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് അത് നേരിട്ടിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ഭയങ്കര പുരോഗമനം പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ പബ്ലിക് മെയിൻ സ്ട്രീമിൽ വന്നിട്ട് ഇതുപോലുള്ള ചാനൽസിലൊക്കെ വന്നിട്ട് ഇതിന് നിനക്കോളം ഇന്റർവ്യൂ വന്നിട്ട് പുരോഗമനം പറഞ്ഞ് പ്രസംഗിച്ച് സംസാരിച്ച് ഈ ലോകം പുരോഗമിക്കണം, ഇക്വാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ളത്, തടിയുടെ പേരിൽ അല്ലാത്തതിൻ്റെ പേരിലൊക്കെ.
അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ആ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ റിയൽ ഫേസ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ 1 മില്യൺ അടിക്കും. പക്ഷെ ഇപ്പോൾ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഡബിൾ ഫേസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് തന്നെ അല്ലേ? come to the point. Yeah. അല്ലേ? അതായത് ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഫ്രണ്ടിൽ വന്നിട്ട് അതായത് മീഡിയയിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുരോഗമനം പറഞ്ഞിട്ട് റിയൽ ലൈഫിൽ ഇതൊന്നും ഇല്ലാത്ത പോലെ ലൈക്ക് അങ്ങനെ ഒരു നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയ കണ്ട എല്ലാവരും ആളുകളെ അങ്ങനെ ജഡ്ജ് ചെയ്യാനേ പറ്റില്ല അല്ലേ? സോഷ്യൽ മീഡിയ കണ്ടിട്ടൊന്നും ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ പല ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോട്ട് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ ചിലപ്പം അവര് ജസ്റ്റ് ആ വീഡിയോ എടുക്കുന്നതിന്റെ സെക്കൻഡ്സ് ബിഫോർ പൊട്ടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ 1 month ആയിട്ട് യൂസ് ചെയ്യുന്നത് 2ാമത്തെ ബോട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ സംഗതികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെ, പലരും ചെയ്യുന്നതായിട്ട്. അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ ലൈഫേ അല്ല. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പണിങ് ആയിട്ടുള്ള സൂപ്പർ ആഷ് പോഷ് ലൈഫ് ഒന്നും അല്ല എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ. അപ്പം നമുക്ക് അതിൻ്റെ പിന്നിൽ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്. ആ പേഴ്സണൽ ലൈഫ് എത്രത്തോളം ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആകാം, ചിലപ്പോൾ അതിലും ബെറ്റർ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അത് കണ്ടിട്ട് ആരും ഡിപ്രഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഇവരുടെ ലൈഫ് എന്ത് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ തന്നെ നടാസ് ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്ത് ഇതിയുടെ പേജിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് വന്നത് കല്യാണ സമയത്തായിരുന്നു. അപ്പോഴും ഏറ്റവും കൂടുതൽ കമന്റ്സ് ഇവർക്കൊക്കെ എവിടുന്ന് ഇത്ര പൈസ, ഇത്ര ക്യാഷ് എവിടുന്നാണ്, നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഓർത്ത് ഡിപ്രഷൻ അടിക്കുന്ന കുറച്ച് പേര്, എന്നിട്ട് ക്യാഷ് എവിടുന്നാണ് അതിന് വേറെ മീനിങ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേര്, എന്നാൽ ഇതൊന്നും പെടാതെ ഇത് കണ്ട് ഇതിൽ കൂട്ടത്തിൽ ടേക്ക് പാർട്ടി ചെയ്ത് ഹാപ്പി ആവുന്ന കുറച്ച് പേര്. ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കമന്റ് ബോക്സിൽ. എല്ലാ രീതിയിലും കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയേണ്ട ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ അതായത് സാധാരണ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാര് സ്ട്രോങ് ആയിട്ട് ഹാപ്പി ആയിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നത്, പൈസ എങ്ങനെ പൈസക്കാരായി എന്ന് വിചാരിക്കും. എങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ട്. കാരണം ഇവരൊക്കെ കാണുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ വേറെ രീതിയിലാവും ഒരു ആംഗിളിലാവും കാണാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരും മെയിൻ സ്ട്രീമിൽ വരുന്നു, ജോലി ചെയ്യുന്നു, മീഡിയയിൽ നിൽക്കുന്നു, കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടത്തുന്നു. അപ്പോൾ കല്യാണം നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായല്ലോ. അപ്പം അതിൽ നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് നമ്മൾ, ചാനൽസൊക്കെ മോണിറ്റൈസ്ഡ് ആണ്, കൊളാബ്സ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. അതൊന്നുമല്ല ആൾക്കാർ അതിനൊന്നും കൺസിഡർ ചെയ്യാണ്ട് ആൾക്കാർ ഇതിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ ചോദ്യം ഞാൻ വേറെ ഇതിലും കുറഞ്ഞ ഫോളോവേഴ്സുള്ള, ഇതിലും ആഷ് പോഷ് ആയിട്ട് ജീവിക്കുന്ന ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തോ യൂട്യൂബേഴ്സിൻ്റെ അടുത്തോ ഈവൻ സെലിബ്രിറ്റീസിൻ്റെ അടുത്തോ ചോദിക്കുന്നത് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. എവിടുന്നാ പൈസ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾക്ക് എവിടുന്നാന്നുള്ള ഇത് ചോദിക്കാൻ അതോറിറ്റി ഉണ്ട്. ഇൻകം ടാക്സ് വല്ലവരും വന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ കോടീശ്വരത്തിലെ കാത്തു സൂക്ഷിച്ച് ആറ്റുനോറ്റൊരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ച പൈസ അത് പരിപാടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിഷ്ടം, നമ്മുടെ താല്പര്യം. അപ്പം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ ഭയങ്കര കോടീശ്വരന്മാരായിട്ടൊന്നുമല്ല, ആഗ്രഹമാണ് ചെയ്യണത്, നന്നായി ചെയ്യണം, ആ ഒരു സന്തോഷം. അപ്പൊ അവിടെ തന്നെ സത്യം പറഞ്ഞാൽ ഒരു വിവേചനം നടക്കുന്നുണ്ട് അല്ലേ? വിവേചനം എല്ലാ രീതിക്കും ഉണ്ട്. കമന്റ് ബോക്സിൽ പോയിട്ട് എല്ലാ രീതിയിലും ഉണ്ടല്ലോ വിവേചനം. അപ്പം അതാണ് പൈസ സാധാരണ പറയാ, പൈസ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളെയും മാറ്റും എന്നാണല്ലോ, പല ആൾക്കാരുടെ പല ചിന്താഗതികളെയും മാറ്റും, ഒരു പ്രിവിലേജ് കിട്ടും എന്നാണല്ലോ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് പൈസ എന്തിനാണ് പൈസ, നിങ്ങൾക്കൊക്കെ എന്തിനാണ് പൈസ, എവിടുന്നാണ് പൈസ? ആൻഡ് അതിന്റെ ഇൻഡെപ്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ടിൽ അവർ ചിന്തിക്കുന്നത് എന്താണ്, റിയൽ ചോദ്യം എവിടുന്നാണ് എന്നതിലുപരി നിനക്കൊക്കെ എന്തിനാ എത്ര പൈസ, നീയൊക്കെ എന്തിനാ എത്ര നന്നായി ജീവിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് ഉള്ളത്, ഇന്നർ മീനിങ്. മനസ്സിലായി. ഇപ്പോൾ ഈ നമ്മൾ വിവേചനത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും റീസെന്റ് നടന്ന സംഭവമാണ് ഈ പറയുന്ന ബില്ലിന്റെ ഇഷ്യൂ. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ബില്ല് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബില്ലാണ്. നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്തിട്ടാണ് ഓരോരുത്തരും കം ഔട്ട് ആവുന്നത്. അപ്പോൾ സെൽഫ് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലായ്മയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അമെൻമെന്റിനകത്ത് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ അതിനെ സപ്പോർട്ട്, ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർക്ക് പോലും അവർ വൺസ് അത് സെൽഫ് ഡിക്ലെയർ ചെയ്ത് വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഫ്രീഡത്തോടു കൂടി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിയത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയുടെ ഭാഗമാകണമെന്നാണ്.
അപ്പൊ എന്നെ ഒരാൾ വന്നിട്ട് എടിയുന്നോ പൊടിയുന്നോ, അതായത് എന്നേലും യങ്ങർ ആയിട്ടുള്ള ഒരു ട്രാൻസ് കുട്ടി വന്നിട്ട് എന്നെ എടിയുന്നോ പൊടിയുന്നോ വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെ എടിയുന്നോ പൊടിയുന്നോ വിളിച്ചത് ഭയങ്കര ആ കുട്ടി ചെയ്ത ക്രിമിനൽ ഒഫൻസ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ അവരിൽ ഒരാളാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ബില്ലാണത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് കം ഔട്ട് ആവുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് സുപ്രീം കോടതി വിധി പ്രകാരം സെൽഫ് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ നിയമം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് ആ നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പം ഞാൻ സെൽഫ് ഡിക്ലെയർ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അതായത് ഒരു എന്താ പുറമെ ആണായിട്ടിരുന്ന ഒരാൾക്ക് അതായത് അവർക്ക് സെൽഫായിട്ട് അവർക്ക് അത് ഡിക്ലെയർ ചെയ്യാം. ഞാനൊരു ചെയ്യാമായിരുന്നു ആയിരുന്നു. അങ്ങനെ 2014 15 16 ഉള്ള ഇത് സുപ്രീം കോടതി വിധി പ്രകാരം അങ്ങനെയായിരുന്നു. 15 ആണെന്ന് തോന്നുന്നു. അപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ ആണ് ഒരാളുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പം മെഡിക്കൽ ബോർഡിലേക്ക് അത് സ്വിച്ച് ചെയ്യുമ്പോൾ മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ പോയിട്ട് നമ്മളിങ്ങനെ പ്രദർശന വസ്തുവായിട്ട് നിന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യണം. അതെന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ മെഡിക്കൽ ബോർഡിലുള്ള ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾക്ക് റിജക്ഷൻ കിട്ടുമല്ലേ, അപ്പൊ കമൗട്ട് ആവാൻ പറ്റില്ല നമുക്ക്. അല്ല, ഇതൊരു മെഡിക്കൽ ചെക്കപ്പ് പോലെയല്ലേ? അപ്പോ എല്ലാം നടക്കും പല രീതിയിലും, പലരുടെയും ബോഡി പല രീതിയിലാണ്. ഇവരെന്ത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ജഡ്ജ് ചെയ്യും? കുറെ പിന്നെ അത് നിലവിൽ വന്നു കഴിഞ്ഞാലാണ് എത്രത്തോളം അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഭയങ്കര ട്രിഗറിങ് ആയിട്ടുള്ള ഒരു ബില്ലാണ്. ഓക്കെ. പക്ഷെ വേറൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അതായത് വെറും വരുമാനം മാത്രം നോക്കിയിട്ട് ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈവൻ കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആണുങ്ങള് പിന്നീട് സാരി ഉടുത്ത് നടക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ എന്താ പറയാ ഒരു സ്കാം നടക്കുമ്പോഴത്തേക്ക് അത് ടോട്ടൽ കമ്മ്യൂണിറ്റീനെ ബാധിക്കുന്ന കാര്യമല്ലേ? ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു സ്ക്വാഡിനെ നിയമിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു വിങ്ങിനെ നിയമിക്കുകയോ ചെയ്താൽ മതി. അല്ലാണ്ട് ഈ മൊത്തം ബില്ലിനെ തിരുത്തി എഴുതിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് ബാധിക്കുന്ന രീതിയിൽ ചെയ്തതല്ലേ. ഈ പറഞ്ഞ ഡബിൾ ഗെയിം കളിക്കുന്ന ഈ ഫാൻസി ഡ്രസ്സുകാരൊക്കെ ചിലപ്പം തിരിച്ചു പോകാൻ പോസിബിലിറ്റി ഉള്ളവരാണ്. പെടുന്നത് ശരിക്കും റിയൽ ട്രാൻസ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. ഈ ഇങ്ങനെ ഡബിൾ ഗെയിം കളിക്കുന്നവർക്ക് അവിടെ വേറൊരു സേഫ് സോൺ ഉണ്ട്. അവരവരുടെ ചെറിയ എന്തെങ്കിലും ബെനിഫിറ്റ്, ചെറിയ വലിയൊരു ബിഗ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവരവിടെ പോയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിൽ ആണായിട്ട് ജീവിക്കുമായിരിക്കും, സേഫായിട്ട്, ആരും അറിയാണ്ട്. പക്ഷെ പെടുന്നത് ഇവരല്ലേ. ഈ പറഞ്ഞ പോലെ ഫുൾ സർജറി ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, ഈവൻ ഇപ്പം ടോപ്പ് സർജറി മാത്രം ചെയ്തിട്ട് ബോട്ടം സർജറി ചെയ്യാത്ത ആളുകളുണ്ട്. ഈ ഒരു ബില്ലിന് ഇപ്പൊ നിലവിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ബാധിക്കും അല്ലേ? പിന്നെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെതിലേക്ക് പോകും, അവരെന്തിലേക്ക് നിൽക്കും. അങ്ങനെ ഇപ്പൊ നിലവിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ടിരുന്ന സ്ഥലത്ത് ഇതിനെയൊക്കെ ആകെ തകിടം മറിക്കുന്ന രീതിയിൽ വിഭജനമാണ് ഉണ്ടാക്കുന്നത്. ഇത് എവിടുന്നാ ഇത് വന്നത്? ഈ ഒരു പ്രോബ്ലം എവിടുന്നാ വന്നത്? സെൻട്രലിൽ നിന്നാണ്. ഇതിനൊരു പർട്ടിക്കുലർ ഒരു എന്താ പറയുക ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഇതെങ്ങനെയായിരുന്നു ഈ ഒരു ബില്ല് അമെൻമെന്റ് ചെയ്യാനുള്ള ഒരു പാനൽ ഡിസ്കഷൻ വന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. ഈവൻ നോർത്തിൽ പോലും ഈ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും, അവരോട് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക്, കോൺടാക്റ്റിലെ ആൾക്കാർക്ക് പോലും അറിയില്ല. ഒരു CBOനെ NGOനെ ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബില്ലൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആർക്കാണ് ഇത് ഇത്ര തിടുക്കം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമ്മൾ ഇന്ത്യ ഓൾ അറൗണ്ട് ഇന്ത്യ നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. പക്ഷെ ആ പ്രൊട്ടസ്റ്റിനുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ല. ഇമ്മീഡിയറ്റ്ലി ആണ് ആദ്യം ലോക്സഭ രാജ്യസഭ പാസ്സാക്കിയതിന് ശേഷം പെട്ടെന്നാണ് എന്താ പറയുക പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. പ്രസിഡന്റ് ഒപ്പുവെച്ചതിന് ശേഷം പിന്നെ അത് ആക്റ്റായി മാറിയില്ല. ഇനി അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇനി അതിനൊരു സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലൊക്കെ പോകേണ്ടി വരും. അതെ, കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റ സ്റ്റോറി ഇട്ടവരെയും പോസ്റ്റ് ചെയ്തവരെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരം നിലപാടുകളോട് എന്താ പറയാനുള്ളത്? അത് അവർക്ക് വിവരമില്ലായ്മയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, ബില്ലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തതുകൊണ്ടും, പിന്നെ മേ ബി അവർ സേഫ് സോണിലായിരിക്കാം, പ്രിവിലേജ്ഡ് ആയിട്ട് സേഫ് ആയിട്ടുള്ള രീതിയിലാവും, എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും. അവരെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമായിരിക്കും. ഇത് ബാധിക്കുന്നത് ഗ്രാസ് റൂട്ടിൽ നിൽക്കുന്ന, തെരുവിൽ നിൽക്കുന്ന പാവം പിടിച്ച ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാർക്കായിരിക്കും. സർജറി ചെയ്യാൻ പോലും വകയില്ല, ചിലപ്പം സർജറി ചെയ്യാൻ വക ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം.
അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റാത്ത ആ അവസ്ഥ. പിന്നെ ഹെൽത്ത് പ്രോപ്പർലി നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യത്തേ ഇല്ല. കൊളസ്ട്രോളോ ഷുഗറോ BP എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടേ സർജറി ചെയ്യുള്ളൂ പറ്റുള്ളൂ. ഈവൻ അതുപോലും. അപ്പോൾ ചിലപ്പോൾ അല്ലാത്ത ഈ പറഞ്ഞ തൈറോയിഡ് കൊണ്ട് സഫർ ചെയ്യുന്നവരുണ്ടാകാം, അല്ലാണ്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം, ലങ്സിന് ശ്വാസം മുട്ടുന്ന ആൾക്കാർ, പല രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ മെഡിക്കൽ പ്രോട്ടോക്കോളിന് എതിരാണ്. അങ്ങനത്തെ സർജറീസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നുമില്ല അങ്ങനെ ഇതായിട്ട്. അപ്പം പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. നിങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്താണ് ശരിക്കും കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇത് മുന്നോട്ട് വെക്കുമോ? എന്തായിരിക്കും അവസ്ഥ എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക, പാനിക് ആവാണ്ട്. എനിക്കിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യൂർ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നോൺ ബൈനറി ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, നമ്മളെ ജോലികൾ ചെയ്യുക, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, മെൻ്റൽ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളെ പാനിക്കാക്കുന്ന രീതിയിൽ ഉള്ള ഒന്നും തന്നെ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നത് നമ്മളെ മാത്രമാണ്. ഈ ബില്ലുണ്ടാക്കിയവരൊക്കെ മൂടും തട്ടി അവരുടെ കാര്യം നോക്കി അവർ അടുത്ത പരിപാടിക്ക് പോകും. പക്ഷെ ഇത് എഫക്റ്റ് ചെയ്ത ആൾക്കാർ, ബാധിക്കപ്പെട്ടവർ, വിക്റ്റിമായിട്ടുള്ളവർ അതിനെ സർവൈവ് ചെയ്തേ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഇടുക. മാക്സിമം മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നൽകി പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ബില്ലിന്റെ അതേ സമയത്ത് തന്നെ ആയിരുന്നു നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടായിരുന്നു ദയനെയൊക്കെ, ദയ ഗായത്രീനെയൊക്കെ വന്നിട്ട് ഇതുപോലെ അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നത്. ശരിക്കും അത് റൈറ്റ് ആണോ? അതായത് ഇപ്പോൾ സർജറി ചെയ്ത് സ്ത്രീയായി മാറി, കംപ്ലീറ്റ്ലി സ്ത്രീയായി മാറിയ നിങ്ങളെ കൊണ്ട് വിളക്കെടുപ്പിക്കുക. ശരിക്കും ആണുങ്ങളല്ലേ വിളക്കെടുക്കേണ്ടത്? എന്താ അവിടെ ശരിക്കും നടക്കുന്നത്? അവിടെ പുരുഷന്മാരാണ് സ്ത്രീവേഷം ധരിച്ച് വിളക്കെടുക്കേണ്ടത്. അപ്പം അവിടെ വിളക്കെടുക്കുന്നവരൊക്കെ അവിടുത്തെ വിശ്വാസപ്രകാരം പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത്, സ്ത്രീവേഷം ധരിച്ച് വിളക്കെടുക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ വിശ്വാസപ്രകാരം അവർ വിശ്വസിക്കുന്നത് പുരുഷനായതുകൊണ്ട്, ഞാൻ പുരുഷനായതുകൊണ്ട് വിളക്കെടുക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും വിളക്കെടുക്കുക. അപ്പോൾ ഈ സർജറി കഴിഞ്ഞവർ വിളക്കെടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും സർജറി കഴിഞ്ഞിട്ട് അവർ പുരുഷന്മാരാണെന്ന്. അതുകൊണ്ടായിരിക്കും അവർ വിളക്കെടുക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളൊരു ഭക്തി, ഒരു വിശ്വാസം ഒക്കെ നോക്കുന്ന രീതിയിൽ, ഒരു സ്പിരിച്വൽ വേയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുതെന്ന് പറയും. അപ്പം ആ ഒരു ദൈവത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആരാധനയോട് കൂടി എടുക്കുകയാണെങ്കിൽ, സർജറി ചെയ്തവരോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവരോ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്നവരോ എടുക്കാനേ പാടില്ല. കാരണം പുരുഷന്മാർക്കുള്ളതാണത്. പുരുഷന്മാരെടുക്കട്ടെ വിളക്ക്. നമുക്കപ്പം കാണാൻ വേണ്ടി ചെല്ലാം, ഭയങ്കര അണിഞ്ഞൊരുങ്ങി കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ ഒരു പരിപാടിനെ കളറാക്കുകയുള്ളൂ അത് കേട്ടോ. ഭയങ്കര അണിഞ്ഞൊരുങ്ങി നമ്മൾ ചെല്ലുന്നതിൽ കളറാക്കുകയുള്ളൂ. പക്ഷെ ഒരു വലിയൊരു അമ്പലമൊന്നുമല്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്ന പോലത്തെ വലിയൊരു അമ്പലമോ ഒരു മൈതാനമോ ഒക്കെ ഉള്ള സ്ഥലമല്ല. വളരെ ചെറിയൊരു ലിമിറ്റഡ് സ്പേസ് ഉള്ള ഒരു കുഞ്ഞ് അമ്പലമാണ്. നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റഷും കാര്യങ്ങളുണ്ട്. അപ്പം ഇത് അമ്പല കമ്മിറ്റിക്കാരാണ് ഇതിനെ ക്രോഡീകരിക്കേണ്ടത്. ഇതിനൊന്ന് ക്രമീകരിക്കാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവര് മീഡിയക്കാർക്ക് പാസ് കൊടുക്കുകയും ചെയ്യും. ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലോ ശ്രീകോവിലിന്റെ നടയെ വരെ വന്നിട്ട് ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്വുമൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് ചോദിക്കുന്നതും ഈ കൗതുകകരമായിട്ടുള്ള കോണ്ടന്റ് ഇടുന്നതും ഒക്കെ ഭയങ്കര പോപ്പുലറാണ് ഇപ്പോഴത്തെ കാലത്ത്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് എന്താ ഈ പള്ളി കമ്മിറ്റിയില്ല അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഈ ക്യാമറാമാൻമാരെ അങ്ങോട്ട് മാറ്റി നിർത്തി ഒരു ക്യാമറ സ്പേസ് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് കൊടുക്കാണ്ട്, ഇതെല്ലായിടത്തും പറന്ന് ഇവരുടെ പ്രൈവസി പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കാണ്ട് ഇവരുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന, അതിന് സമ്മതം കൊടുക്കുന്നത്. എന്നിട്ട് ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരാന്ന് കാണുമ്പോൾ എളുപ്പമാണല്ലോ തലയിൽ കയറാൻ. അപ്പോൾ ഈ വെള്ളം അടിച്ച് ലക്ക് ഇട്ടിട്ടുള്ള കമ്മിറ്റിക്കാർ വന്നിട്ട് അവരെ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ അവിടെ ഈ ഉത്സവത്തിന് ഇന്നേ വരെ പോയിട്ടേ ഇല്ല. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സമാധാനമായിട്ടുള്ള ഒരു ദിവസം. എനിക്ക് ക്രൗഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഏത് പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാലും, ഏതൊരു പൂരപ്പറമ്പിലാണെങ്കിലും വെള്ളം അടിച്ചിട്ടുള്ള ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, കമ്മിറ്റിക്കാർ തമ്മിൽ അടി, കമ്മിറ്റിക്കാരിൽ വെള്ളം അടിച്ചവർ തമ്മിലും നാട്ടുകാരും തമ്മിൽ അടി ഉണ്ടാവുന്നു, പോലീസ് വന്ന് അതിനെ സംഘർഷം സമാധാനപരമാക്കുന്നു. അപ്പം
ഇത് നടക്കുന്നത് കാരണം ഇതറിയാം, എനിക്ക് പൂരപ്പറമ്പിൽ പോണത് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പെട്ടെന്ന് പോയി സഫോക്കേറ്റഡ് ആവും. പെട്ടെന്ന് അഥവാ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ നോ പറയാൻ പറ്റാണ്ട് പോയി തിരിച്ച് പെട്ടെന്ന് വരണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അപ്പം ഈ ഞാൻ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് അവിടുത്തെ പോറ്റിയാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് സമാധാനം നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നിൽക്കുന്നത് ഈ പരിപാടി ആയതുകൊണ്ട്, ഈ പൂരം അല്ലെങ്കിൽ ഉത്സവമായതുകൊണ്ട്, ഈ ഉത്സവത്തിന് ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്. പക്ഷെ ആട്ടി ഓടിക്കുന്നതും മറക്കി വിടുന്നതും ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ചിലവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചിലർ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന കണ്ടായിരുന്നു, ഞാൻ നിന്റെ ഷർട്ടും കൊണ്ട് എനിക്ക് തന്നെ എന്റെ സാരി എടുത്തെടുത്ത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന്. ഒരാളുടെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയല്ല ചോദ്യം ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ. പക്ഷെ ഈ വിളക്കെടുക്കുന്ന ട്രാൻസ് വുമൺസ്, അവർ ട്രാൻസ് വുമൺ ആണ്, ഉള്ളിലൊരു സ്ത്രീ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. പക്ഷെ സർജറിക്ക് മുന്നേ, സർജറി ഒന്നും ചെയ്തിട്ടില്ല, ഹോർമോൺ റീപ്ലേസ്മെൻറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു സ്ത്രീ ആകണം എന്നുള്ള യാത്ര തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അവർ പുരുഷനിൽ അവസാനമായിട്ട് എടുക്കാനുള്ള ഒരു അവസരമായിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ എടുത്തിട്ട് പിന്നീട് വന്നിട്ട് വിളക്ക് സമർപ്പിക്കാൻ വരുന്ന, സർജറി കഴിഞ്ഞിട്ട് സമർപ്പിക്കാൻ വരുന്ന കുറേ പേരെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതെ, ഓക്കെ. ഇപ്പം ഇതുപോലത്തെ പല പല കാര്യങ്ങൾ നടക്കുമ്പോഴും ഇപ്പം പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മാറ്റമുണ്ടോ ശരിക്കും ആളുകളുടെ ഇടപെടലുകൾ? വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഒരു 2018-19 കാലഘട്ടത്തിലൊക്കെ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാലം പോകെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് വ്യത്യാസം വന്നിട്ടുണ്ട്, ഐഡിയോളജീസ് വ്യത്യാസം വന്നിട്ടുണ്ട്, പലരും പല രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സോളിഡാരിറ്റിയോ ഒരു ഐക്യമോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ മാറ്റം വന്നിട്ടുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് മാറ്റമാണ്. നല്ല മാറ്റമല്ല, നല്ല മാറ്റങ്ങളുണ്ട്, ഒഫീഷ്യൽസിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ പേഴ്സണൽ സ്പേസുകളിലും അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ ഉള്ള വളരെ കാഷ്വൽ സ്പേസുകളിലൊക്കെ അക്സെപ്റ്റൻസ് കുറവായിട്ട് തോന്നുന്നത്. അതായത് ഇപ്പം എൻ്റെ അടുത്ത് പലരും പറയും, ഇതിനെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്, ഇതിന് ഫ്രണ്ട്സ് ആയിട്ടുള്ള ചിലവർ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്, നിങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ ചിലവരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. ഡ്രസ്സിങ് കൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും? അല്ല, അതിപ്പം സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും എല്ലാവർക്കും എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മളിലേക്ക് വരുമ്പോൾ അത് ജനറലൈസ് ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ആ സ്ത്രീനെ ഇഷ്ടമല്ല, ഇവളെ ചെറുപ്പം മുതലേ നമ്മളെ നാട്ടിലെല്ലാവരും കേട്ട് വളർന്നതാണ്, ആ പെൺകുട്ടി ഇതിനെക്കാട്ടി എത്രയോ നല്ലതാണ്, മൂത്ത മകളെക്കാട്ടി എത്രയോ നല്ലതാണ് രണ്ടാമത്തെ മകളെ, എനിക്ക് മൂത്ത മകളെ ഇഷ്ടമല്ല രണ്ടാമത്തെ മകളെ ഇഷ്ടമാണ് ആ വീട്ടിലെ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അതുപോലെയൊക്കെ തന്നെയാണ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴും അത് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അത് പറയുന്നത് അത് ആരുടെ അടുത്താണെങ്കിലും ഒരു വ്യക്തിനെ വെച്ചിട്ട് മറ്റൊരു വ്യക്തിനെ കമ്പയർ ചെയ്യരുത്. പലരും അങ്ങനെ വന്നിട്ട് ഇപ്പം ദീപ്തി കല്യാണിൻ്റെ അടുത്തൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, അവരെ കണ്ടുപഠിക്കുക, അവരെത്ര വൃത്തിയായിട്ടാണ് സാരി ഉടുക്കുന്നത്, അവരെത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരെ ക്യാരി ചെയ്യുന്നത്, അത് അവരാണ്. അത് വെച്ചിട്ട് ഇയാൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ആക്കരുത്, അങ്ങനെ ആക്കാൻ പറയുന്നത് ഭയങ്കര മോശം. കാരണം ഐഡന്റിറ്റിക്ക് വേണ്ടി പോരാടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരും. ഈ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും കൂടുതലും നമ്മൾ കേട്ടുള്ള കമന്റ്സ് ആണ്, അതായത് ഇത്രയും കഷ്ടപ്പെട്ട് പെണ്ണായിട്ട് മനഃപൂർവ്വം ന്യൂഡിറ്റി കാണിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഞാനാണെങ്കിൽ പോലും ചില സമയം ശ്രദ്ധിക്കാറുണ്ട്. ചില ആളുകൾ മനഃപൂർവ്വം, നമ്മുടെ മലയാളീസ് തന്നെ ആവണമെന്നില്ല, പുറത്താണെങ്കിലും കഷ്ടപ്പെട്ട് സർജറി ചെയ്തിട്ടും ആ ഒരു ഫെമിനിൻ ബോഡിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നത് പോലെ കാണാറുണ്ട്. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അവരുടെ ബോഡി അവരുടെ റൈറ്റ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എന്താണോ കോൺഫിഡൻസ് നൽകുന്നത് അത് അവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. പിന്നെ ഫെമിനിൻ ബോഡി റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്ക് എൻ്റെ ബോഡിയോടുള്ള റെസ്പെക്റ്റോ എൻ്റെ സോളിനോടുള്ള റെസ്പെക്റ്റോ ആവണം എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക്. അപ്പം ന്യൂഡിറ്റി എക്സ്പോസ് ചെയ്യുന്നതും ന്യൂഡിറ്റി ചെയ്യുന്നതും അത് ട്രാൻസ് മാത്രമല്ല, അല്ലാതെ ചെയ്യുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ഇപ്പം റീൽസിലൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർ ഷർട്ടൊക്കെ ഊരി ഫുൾ എന്താ പറയുക ട്രൗസർ മാത്രം ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ വീഡിയോസ് പലപ്പോഴും കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അത് എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, അവർക്ക് ഓക്കെ ആണെങ്കിൽ. ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോൺട്രവേഴ്സീസ് ആണെങ്കിലും അല്ലാതാണെങ്കിലും വരുന്നത് സബ്സ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ട്. എന്ത് തോന്നുന്നു
സബ്സ്ക്രിപ്ഷൻ നല്ലൊരു കാര്യമല്ല. പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവര് പൈസ ഉണ്ടാക്കട്ടെ. ഇത്ര ഇപ്പൊ ആരോ പർപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അത് നമുക്ക് വേൾഡില് തന്നെ ഏറ്റവും വേൾഡിലാണോ? ഏറ്റവും കൂടുതൽ ഫസ്റ്റ്. അപ്പൊ എത്ര കോടികൾ ഒരു മാസം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഭയങ്കര വലിയ കാര്യം തന്നെയല്ലേ. അതും വെറും 200 സംതിങ് ഫോളോവേഴ്സിന് വെച്ചിട്ടാണ്. ഫോളോവേഴ്സ് കൗണ്ട് നോക്കുമ്പോൾ ആൾക്ക് 200 സംതിങ്ങേ ഉള്ളൂ. പക്ഷെ അതിലും മില്യൺസ് അടിച്ചിട്ടുള്ള വേറെ എത്രയോ പേരുണ്ട്. എത്രയോ നടിമാരുണ്ട്. അവരെ വെട്ടിച്ചതിന്റെ പേരിൽ ഇപ്പൊ രേണുസുതി ചേച്ചി കുറെ ക്രിറ്റിസിസംസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് പൈസ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് പൈസ വേണം. ബാക്കി ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. നമുക്ക് കിട്ടേണ്ട സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കുന്ന സെൽഫ് റെസ്പെക്റ്റ് പോലെ ഇരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്ന റെസ്പെക്റ്റ്. അപ്പം അതിൽ നിന്നൊക്കെ അപ്പാർട്ട് ഫ്രം ഓൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പൈസ ജീവിക്കാൻ വേണം. നമുക്കിപ്പം ഡിപ്രസ്ഡ് ആയി ട്രീറ്റ്മെന്റിന് പോയി ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ പൈസ വേണ്ടേ? നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, പൈസ വേണ്ട. ഒക്കെ പോട്ടെ, ഒക്കെ ഇതാക്കാം. നമുക്ക് ഒരു ഭയങ്കര നട്ടപ്ര വെയില്, ഈ വെയിലത്ത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടൊരു ഊബറിന് അഫോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണം. അപ്പം കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള ഒരു പ്രിവിലേജ് എന്നതിലുപരി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. കുറെ പേര് മണി ഈസ് നോട്ട് ഹാപ്പിനെസ്. പക്ഷെ പൈസ സന്തോഷം നൽകുന്നുണ്ട്. പൈസ എത്രയോ പ്രശ്നങ്ങൾ മാറുമായിരുന്നു. എത്രയോ ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്നുമുള്ള ആൾക്കാർക്ക് ഒരു ലക്ഷറീനെ അവർ അത്രയും കാലം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷറീനെ അഫോർഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ബെയർ മിനിമം കിട്ടേണ്ട ഷെൽട്ടർ ആയിരിക്കും പലർക്കും ലക്ഷറി ആയിട്ടുണ്ടാവുക. അപ്പം അതിനെ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് വേണം. സോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അത് അവരുടെ ഇഷ്ടം. അവരുടെ അക്കൗണ്ട് നിറയുന്നു, അവർ പൈസ ഉണ്ടാക്കുന്നു, സ്മാർട്ട് വർക്ക്. ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് അങ്ങനെ കുറ്റം പറയുന്നു എന്നുള്ളതാണ്. ഈ നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചു സുധിക്ക് വേണ്ടിയിട്ട് അല്ലേ? അവന് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും? എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് മുന്നേ കൂടിയിട്ട് മെന്റൽ ഹെൽത്ത് വെച്ച് ബുദ്ധിമുട്ടുന്ന എന്താ പറയുക വിഷമിക്കുന്ന ആൾക്കാർ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെ പേഴ്സണലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തെറപ്പിസ്റ്റുകളുടെ അടുത്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ചിലപ്പോൾ ഞാൻ സംസാരിച്ച് കുറച്ച് അവരുടെ വിഷമങ്ങൾ കേട്ടിരിക്കുമ്പോൾ അവർ ഓക്കെ ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ കിച്ചുവിന് ഡയറക്റ്റ് എത്തിയില്ല. കിച്ചുവിനെ എനിക്ക് എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ല, കിച്ചുവിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ബാക്കി കുറേ സഫർ ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാനാണെങ്കിലും ഒരുപാട് നാളിങ്ങനെ വിചാരിച്ചിരുന്നതാണ് ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂ വേണം. പക്ഷെ വർക്കൗട്ട് ആവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ചത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓൾമോസ്റ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിൽ സംസാരിക്കാൻ പറ്റും. എനിക്ക് വന്നിട്ട് ജീവിത ചരിത്രം ചോദിക്കാൻ പറ്റൂല, കാരണം ചോദിക്കാൻ തന്നെ ഞാൻ ഇങ്ങോട്ടൊക്കെ ആൻസർ പറയും. എല്ലാം അറിയാം. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ. പേരിന്റെ കൂടെ തന്നെ ഹാപ്പിനെസ് ഉണ്ടല്ലോ. യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. വെൽക്കം, മോസ്റ്റ് വെൽക്കം ഡിയർ.